ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഗെയിമിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ നമ്മുടെ ഗെയിമിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മളിനി ചേച്ചീൻ്റെ അടുത്തും ഏട്ടൻ്റെ അടുത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഇവര് അറേഞ്ച് മാരേജ് ആണെങ്കിലും ഇവർക്ക് ഒരു 1 ഇയറോളം സമയം കിട്ടിയാണ് പ്രേമിച്ചടക്കാനും പരസ്പരം അറിയാനൊക്കെ. അപ്പോൾ എത്രത്തോളം ഇവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നമുക്കിപ്പോൾ കണ്ടറിയാം. അപ്പം ആദ്യം ഞാൻ ആരോട് വയ്ക്കാം? എന്നോട് വയ്ക്കാം. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട കളറ് നീല. ഏട്ടന് ഇഷ്ടപ്പെട്ട കളറ് ഇഷ്ടപ്പെട്ട ഫുഡ് ചേച്ചിനോട് ഏട്ടന് ഇഷ്ടപ്പെട്ട ഫുഡ് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ്. അപ്പൊ ചേച്ചിക്ക് പണിഷ്മെന്റ് എടുക്കാ. ആട്ടിന് ഇഷ്ടമുള്ളത് ബീഫും പൊറോട്ട. ചേച്ചിയാ ഒരു സങ്കടം തോന്നിക്കണ്ട. ഇനി അടുത്തത് താട്ടനോട് വയ്ക്കാം. ഇഷ്ടമുള്ള വണ്ടി. ചേച്ചിക്ക് ഇഷ്ടമുള്ള വണ്ടി. ഇനി ചേച്ചിയുടെ അടുത്ത് ഇഷ്ടമുള്ള വണ്ടി ഏട്ടന്. രണ്ടാളെ ആൻസേഴ്സും തെറ്റാണ്. കാരണം ഏട്ടന് ഇഷ്ടമുള്ള വണ്ടി ബുള്ളറ്റും ചേച്ചിക്ക് ഇഷ്ടമുള്ള വണ്ടി ബൈക്കും. ബൈക്കും ബുള്ളറ്റും ബൈക്കറിന് വേറെ, ബുള്ളറ്റ് വേറെ. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഫ്ലവർ. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഫ്ലവർ റോസ. പിന്നെ ഏട്ടന് ഇഷ്ടപ്പെട്ട ഫ്ലവർ ആൻസർ ശരിയാണ്. രണ്ടാൾക്കും റോസ് ആണ് ഇഷ്ടം. ചേച്ചിക്ക് ഏറെക്കുറെ എല്ലാ ഫ്ലവേഴ്സും ഇഷ്ടമല്ല. അപ്പൊ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ്. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ്. അപ്പോ ചേച്ചിയുടെ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ചുരിദാർ എന്നൊന്നും പറഞ്ഞിട്ടില്ല, മോഡേൺ ഡ്രസ്സ് എന്നാ പറഞ്ഞിട്ടുള്ളത്. ഏത് മോഡേൺ ഡ്രസ്സ് ആയാലും ചേച്ചിക്ക് ഇഷ്ടമാണ്. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് ഷർട്ടാണ്. അപ്പൊ കരിവാരി തേച്ചോളൂ. ഇപ്പൊ ചടങ്ങിലേക്ക് നമുക്ക് പോവാം. അത് തേക്ക് നല്ല തേക്കുക. സുന്ദരനും സുന്ദരിയുമാക്കുക. പിന്നെ ചേച്ചിനോട് ഏട്ടന് ഇഷ്ടപ്പെട്ട നടൻ. പിന്നെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട നടൻ. നടൻ ഏട്ടന് മോഹൻലാലല്ലോ. മോഹൻലാൽ. ഏട്ടന് ഇഷ്ടപ്പെട്ട നടൻ അല്ലു അർജുനാണ്. ചേച്ചിക്ക് അങ്ങനെ ഒന്നുമില്ല, എല്ലാരും ഇഷ്ടമാണ്. കരിവാരി തേക്കാം. നല്ല പൊരുത്താണ്. പിന്നെ ചേച്ചിയുടെ 3 നെഗറ്റീവ്സും 3 പോസിറ്റീവ്സും പറയാം. അല്ലേ എൻ്റെ അടുത്ത് ചോദിച്ചത്. 3 നെഗറ്റീവ്സും 3 പോസിറ്റീവ്സും. ഭയങ്കര സ്നേഹമാണ്. ഒരു പോസിറ്റീവ്. പിന്നെ ഭയങ്കര കുറുമ്പുണ്ട് രസം. അത് നെഗറ്റീവ്. പിന്നെ പിന്നെന്താ ദേഷ്യം. കിട്ടണില്ല. പരസ്പര സ്നേഹം കൊണ്ട് പോസിറ്റീവ്സും ഒന്നും അധികം കിട്ടണില്ല. അപ്പൊ ചേച്ചിയുടെ അടുത്ത് ചോദിക്കാം. സാറിന്റെ 3
3 പോസിറ്റീവ്സും നെഗറ്റീവ്സും. പിന്നെ അത്ര 2 ഉള്ളൂ. പിന്നെ നെഗറ്റീവ് നോക്കിയാല് ഫോൺ തന്നെയാണ്. പിന്നെ പുറത്ത് പോവാ ഫോൺ. ഇത് രണ്ടാണ് എനിക്കിഷ്ടമല്ല. ഓക്കെ. അപ്പോ ഇനി ഇപ്പൊ ഏട്ടന് എന്ത് ചെയ്താലാണ് ചേച്ചി ഹാപ്പി ആവുക? എന്നോട് നല്ല സ്നേഹിക്കണം. ചേച്ചിക്കാ? ഓക്കെ. പിന്നെ നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന, പോവാൻ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം ഏട്ടൻ ഫസ്റ്റ് ആണ്. എന്താ ഇഷ്ടം എല്ലാ സ്ഥലത്തേക്കും പോകാം. അങ്ങനൊന്നുമില്ല, എല്ലാ സ്ഥലത്തേക്കും പോകാം. കൂടുതല് വയനാട്, മരുവട്ടിക്കാണ് അങ്ങനെ സ്ഥലം. ഓക്കെ ഓക്കെ. പിന്നെ ചേച്ചിക്ക്? വയനാട്ടിലാണ് നമ്മൾ കൂടുതലും പോയിട്ടുള്ളത്. വയനാട്ടിലാണ് കൂടുതൽ വീട്ടിലെ. വയനാട്ടിലേക്കാണ് പോയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഏട്ടൻ ഞാൻ ആദ്യം ചോദിച്ചപ്പോ ബാംഗ്ലൂരിനാ പറഞ്ഞിട്ടുള്ളത്, പക്ഷെ ഇപ്പൊ ഒരേപോലെയാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് പണിഷ്മെന്റ് ഒന്നും ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആ ചേച്ചിക്ക് നടന ആദ്യം കണ്ടപ്പോ എന്താ തോന്നിയത്? എനിക്കെന്തോ കൈവറ കൈവറ ചായത്തിരുമ്പോ ഇങ്ങനെ കൈങ്ങനെ ഇപ്പൊ മാറി. ഇപ്പൊ അങ്ങനെ ചായത്തിക്കണം ചേച്ചി എനിക്ക് കാണാമോ ചായ? പേടി ഉണ്ടാവില്ല. എന്തായാലും ആദ്യം നല്ല പാവാണോ? ഇല്ല, ഭയങ്കര ഒരു ജാടയുള്ള ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഏട്ടനാ? പാവപ്പെട്ട കുട്ടിയായിട്ട് ഭയങ്കര പാവ. പിന്നല്ലേ പാവല്ലാന്ന് മനസ്സിലായത്. എപ്പോഴാണ് ഏട്ടന് കൂടുതലായിട്ട് ചേച്ചിനെ മിസ് ചെയ്തത്? എനിക്ക് എപ്പോഴാണ് ചേച്ചിനെ കൂടുതൽ മിസ്സിങ്? അങ്ങനെ ഹൈദരാബാദ് പോയപ്പോ. ചേച്ചിക്കോ? ഏതെങ്കിലും സാഹചര്യത്തിൽ അവരെടുത്ത് പൊട്ടക്കിണറ്റിൽ എറിയണം എന്ന് തോന്നിയിട്ടുണ്ടോ ചേച്ചിനോട്? തോന്നിയിട്ടുണ്ട്. എപ്പോ? എപ്പോഴും 4 മണിക്കൂർ ഫോണിക്കുമ്പോ ആ ഫോണെടുത്ത് തല്ലി പൊട്ടിക്കാനോ എന്തൊക്കെയോ ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏട്ടനാ? എനിക്ക് തോന്നി ഞാൻ പുറത്തേക്ക് പോകുമ്പോ എന്നോട് പോണ്ടാറില്ല. ആയിക്കോട്ടെ. അപ്പൊ നിങ്ങളുടെ ടാസ്കും ക്വസ്റ്റ്യൻസും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏറെക്കുറെ മനസ്സിലാക്കിയിട്ടുണ്ട്. ശരിയാണ്. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ ലവ് മാരേജ് ആയ ദിൽഷയുടെയും അജീഷിനെയും ക്ഷണിക്കാം. അപ്പൊ നമുക്ക് അടുത്തത് ദിൽഷയുടെയും അജീഷിന്റെയും ടാസ്കിലോട്ട് പോവാം. എന്താണ്, ഇവര് 6 വർഷത്തെ പ്രണയമാണ്. അപ്പോൾ അതിനിടയിൽ ഇവർ എത്ര പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് നമ്മുടെ ഈ ടാസ്കിൽ അറിയാൻ കഴിയും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ? ആദ്യം ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണത് ദിൽഷയുടെ അടുത്താണ്. ഓക്കെ, ചോദിക്കട്ടെ. അജീഷിന് ഇഷ്ടപ്പെട്ട കളറ്? ബ്ലൂ. തിരിച്ച് ദിൽഷയ്ക്ക് ഇഷ്ടപ്പെട്ട കളറോ? ആണോ? റെഡ്. അപ്പൊ കരി വാരി തെച്ചോളൂ. ഓക്കെ, നമുക്ക് അപ്പോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. അപ്പൊ ദിൽഷനോടാണ് ഞാൻ ചോദിക്കുന്നത്, അജീഷിന് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്? തെറ്റുത്തരാണ്. നെയ്ച്ചോറും കോഴിക്കറിയാണ് അജീഷിന് ഇഷ്ടം. ഓക്കെ, അതേ സെയിം ക്വസ്റ്റ്യൻ അജീഷിനോട് ചോദിക്കുകയാണ്, ദിൽഷയ്ക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്? അപ്പൊ ക്ലാപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാല് നമുക്ക് അജീഷിനോട് ചോദിക്കാം അല്ലേ. ദിൽഷയ്ക്ക് ഇഷ്ടപ്പെട്ട വണ്ടി? ഇഷ്ടപ്പെട്ട വണ്ടി ഇപ്പൊ ഏതാ? കാളവണ്ടി എന്തായാലും അല്ല. ഓട്ടോറിക്ഷ.
ഓട്ടോറിക്ഷ. ഓക്കെ, ഓട്ടോറിക്ഷ. ഓട്ടോ. കറക്റ്റ്. അതേ ക്വസ്റ്റ്യൻ ദിൽഷയ്ക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണ്? അല്ല, അജീഷിന് ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണ്? ഓൾറെഡി വണ്ടിപ്രാന്തനാണ്. ഓട്ടോറിക്ഷ അങ്ങനെ വണ്ടി ഇഷ്ടം. കറക്റ്റ് ആണ്. കറക്റ്റ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അജീഷിന് ഇഷ്ടപ്പെട്ട ഫ്ലവർ ഏതാ? ദിൽഷനോടെ ക്വസ്റ്റ്യൻ. റോസ്. ഓക്കെ, കറക്റ്റ് ആണ് അജീഷ്. ദിൽഷയ്ക്ക് ഇഷ്ടമുള്ള ഫ്ലവർ ഏതാ? റോസ് അല്ല, മുല്ലയാണ്. പാണി കൊടുത്തോ. എന്താണ് മുല്ലേനെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. അജീഷിനോടാണ് ചോദിക്കുന്നത്. ദിൽഷയ്ക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്? ചുരിദാർ. അല്ലാതെ വേറെ ചുരിദാർ തന്നെ. കറക്റ്റ്. ശരിയാണ്. ദിൽഷയ്ക്ക് അജീഷിന് ഇഷ്ടപ്പെട്ട ഡ്രസ് ഏതാ? ജീൻസ് ഷർട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ദിൽഷനെ വിളിക്കാം. അജീഷിന് ഇഷ്ടപ്പെട്ട നാട്? അപ്പോ ദിൽഷയ്ക്ക് ഇഷ്ടപ്പെട്ട നടൻ? മോഹൻലാൽ. പൊട്ടത്തരാണ്. ടോവിനോ തോമസ്. പിന്നെ ദിൽഷനോടാണ്. അജീഷിലുള്ള നെഗറ്റീവ്സും പോസിറ്റീവ്സും 3 പറയണം. നെഗറ്റീവ്സ് എന്തൊക്കെയാന്ന് വിചാരിച്ചാല് ഞാനും കൂടെ ഉണ്ടെങ്കിലും ഏതായാലും ഫോണിൽ തന്നെ കളിച്ചോണ്ടിരിക്കും. പിന്നെ എന്തെങ്കിലും പരിപാടികൾ പുറപ്പെടാന്നുണ്ടെങ്കിൽ അപ്പൊ ഫ്രണ്ട്സിന്റെ അടുത്ത് പോവാ, വണ്ടി ഇട്ട് പോവാ. അത് മെയിൻ കാരണമാണ്. പിന്നെപ്പോ എന്താ, ഞാൻ എന്തെങ്കിലും സീരിയസ് ആയി പറയുമ്പോ തമാശ രൂപത്തിൽ എടുക്കല്. അത് പോസിറ്റീവ് എന്ന് വെച്ചാൽ ഭയങ്കര കെയറിങ് ആണ്, ഭയങ്കര സ്നേഹാണ്. ഫുഡൊക്കെ കഴിക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ തന്നെ കെയറിങ് എപ്പോഴും ഫുഡൊക്കെ കഴിക്കാൻ പറയാ. ഇനി അതേ സെയിം ക്വസ്റ്റ്യൻ ആണ്. ദിൽഷയുടെ നെഗറ്റീവ്സ് ആൻഡ് പോസിറ്റീവ്സ് പറയാം 3. നെഗറ്റീവ് എന്ന് പറഞ്ഞപ്പോ എന്താണുള്ളത്? ഇതന്നെ. ഞാൻ വണ്ടിട്ട് വല്ല ഹോസ്പിറ്റൽ കേസിനൊക്കെ പോകുമ്പോ വേണ്ട പോണ് കുറെ ക്വസ്റ്റ്യൻ. അർജന്റ് ആയിട്ട് ബൈക്ക് പോകുമ്പോ ചിലപ്പോൾ പറയാനും പറ്റില്ല. അപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതൊക്കെ അത് ഒരു നെഗറ്റീവ്. രണ്ടാമത്തെ നെഗറ്റീവ് എന്താ വെച്ചാൽ പെട്ടെന്ന് ദേഷ്യം പിടിക്കും. പിന്നെ 3ാമത്തെ നെഗറ്റീവ് വെച്ചാൽ എന്താന്ന് പറയാച്ചാല് ആദ്യത്തെ നെഗറ്റീവ് ഇപ്പൊ എന്താണ്? 3 നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് കുറച്ച് വിവരം കൂടുതലാണ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് പറഞ്ഞിട്ടില്ല. പോസിറ്റീവ് പറയും. പിന്നെ പോസിറ്റീവ് പറഞ്ഞാൽ ഇപ്പൊ എന്താ, ഒപ്പം എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഇപ്പൊ എന്താണ്, ഫുഡും കാര്യങ്ങളൊക്കെ നല്ല പോലത്തിനും വില നല്ല കാര്യങ്ങളാണ്. പിന്നെ ഇപ്പൊ എന്താ, പിന്നെ എപ്പോഴും നല്ല എന്താണ് ഒപ്പം നിൽക്കുക. ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെന്താ വെച്ചാല് ഇല്ലില്ല. പിന്നെന്താ വെച്ചാല് 3ാമത്തെ പോസിറ്റീവ് എന്താ കിട്ടില്ലല്ലോ. 3ാമത്തെ ഇപ്പൊ എന്താ, 3ാമത്തെ നല്ല സ്നേഹമാണ്. ഓക്കെ, ഇനി ദിൽഷനോടുള്ള ക്വസ്റ്റ്യൻ ആട്ടാ. താങ്കൾ എന്ത് ചെയ്താലാണ് അവര് ഹാപ്പി ആവുക? അത് വെച്ചാൽ ഈ എന്ത് ചെയ്താലാണ് അജീഷ് ഹാപ്പി ആവുക? ഓക്കെ, പിന്നെ അതേ സെയിം ക്വസ്റ്റ്യൻ. എന്ത് ചെയ്താലാണ് ദിൽഷ ഹാപ്പി ആവുക? ഞാൻ പറഞ്ഞു കേട്ടാ മതി. ഹാപ്പി ആവുന്നതാണ്. അതെ, അങ്ങനെ ഓള് ഹാപ്പി ആണെന്ന് വെച്ചാല്
എന്ത് ചെയ്താലാന്നാ ബീഫും പൊറോട്ട വാങ്ങി കൊടുക്കുക, കറങ്ങാൻ കൊണ്ടുപോവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താ ഭയങ്കര ഹാപ്പി. ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ദിൽഷനോട് ചോദിക്കാം. ആദ്യമായിട്ട് അജീഷിനെ കണ്ടപ്പോ എന്താണ് നിനക്ക് തോന്നിയത്? ഈ ചെക്കപ്പ് എന്തിനെങ്ങനെ നോക്കണത്? ആയിക്കോട്ടെ, വേറെ തോന്നിയില്ല. ഓക്കെ. പിന്നെ എപ്പോഴാണ് ഇഷ്ടം തോന്നിയത്? പിന്നെ ഒപ്പം വന്ന് ഓട്ടോറിക്ഷയ്ക്ക് വന്ന് അത് ലാസ്റ്റ് ഓട്ടോറിക്ഷയിൽ കേറി. ഓക്കെ, അതേ സെയിം ക്വസ്റ്റ്യൻ. ദിൽഷനെ ആദ്യമായിട്ട് കണ്ടപ്പോ എന്താ തോന്നിയത്? എന്താ തോന്നിയത്? പാവം തോന്നി. പിന്നെ സാധാ ആൾക്കാരെ പോലെ തന്നെ ഇഷ്ടം തോന്നി. അപ്പൊ പിന്നാലെ പോയി അങ്ങനെ ഇഷ്ടാന്ന് പറഞ്ഞു. ആദ്യം നല്ല ഇഷ്ടം തോന്നി. പിന്നെ ഞാൻ കുടുങ്ങി. പിന്നെ കെട്ടി. അത് ദിൽഷനോടാണ്. എപ്പോഴാണ് അജീഷിനെ മിസ് ചെയ്തത്? ഞാന് കല്യാണം കഴിഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് നിൽക്കാൻ പോയ ടൈമില് അതേ ക്വസ്റ്റ്യൻ അജീഷിനോടും ചോദിക്കുകയാണ്. എപ്പോഴാണ് ദിൽഷന് മിസ് ചെയ്തത്? അതേ സെയിം ദിവസം തന്നെ അവള് കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് നിൽക്കാൻ പോയായിരുന്നു. ഓക്കെ, ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും അടിച്ചു പൊട്ടിക്കുക. ഞങ്ങളെ ഇൻസ്റ്റഗ്രാം ഐഡി ഫോളോ ചെയ്യുക. ബൈ.